Hello my dear champions. എല്ലാവർക്കും വേദാന്തുവിന്റെ പുത്തൻ പുതിയ ക്ലാസ്സിലേക്ക് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സുസ്വാഗതം. വേദാന്തുവിന്റെ മലയാളം ക്ലാസ്സിലേക്ക്, വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക്, കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പറഞ്ഞ പോലെ കെമിക്കൽ കൈനറ്റിക്സിന്റെ 4ാമത്തെ സെഷൻ ആണ്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് മക്കളെ ഇന്ന്. ബിക്കോസ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. കെമിക്കൽ കൈനറ്റിക്സിലെ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ സർപ്രൈസിംഗ് ആണ് ടോപ്പിക്. സർപ്രൈസിംഗ് എന്ന് ഉദ്ദേശിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇഫ് യു സീ ദ കണ്ടന്റ് ഇൻ ഇറ്റ്. ഓക്കെ, വളരെയധികം മാജിക് ഒളിഞ്ഞു കിടക്കുന്നൊരു ടോപ്പിക്കാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കുറെ പേർക്ക് എന്നെ അറിയാം, ഭൂരിഭാഗം പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നെ അറിയാത്തവർക്കായിട്ട് ഞാൻ എന്നെ തന്നെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം മക്കളെ. മൈ നെയിം ഈസ് സുദർശൻ. നാട്ടിൽ കൊച്ചിയിലാണ്. സ്കൂളിംഗ് ഒക്കെ ആലുവയിലായിരുന്നു. കോളേജ് ബിച്ച് പിലാനിയിലായിരുന്നു. ഓക്കെ, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു മക്കളെ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറെ റിക്വസ്റ്റ് കിട്ടി നമ്പർ 1 കോളേജസിനെ കുറിച്ച്, ഇന്ത്യയിലെ തന്നെ പ്രീമിയർ കോളേജസിനെ കുറിച്ച് സെഷൻ എടുക്കണം എന്നുള്ളത്. ഐ എം പ്ലാനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. അത് വേണമെന്നുള്ളവർ ദയവായി കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടായാലും, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും യു ക്യാൻ കമന്റ്. ആവശ്യമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എനിക്ക് വേണം ലഡു വേണം, ജിലേബി വേണം എന്നൊന്നും പറഞ്ഞ് കമന്റ് ചെയ്യരുത്. ജസ്റ്റ് put your requirements in the comment box. Okay, അതായത് ചാനലിനോട് അനുബന്ധിച്ചിട്ടുള്ള റിക്വയർമെന്റ്സ്. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ ഈ കണ്ടന്റ് വേണം, ആ കണ്ടന്റ് വേണം എന്നുള്ളത് ദയവായി അറിയിക്കുക. സോ ദാറ്റ് വി ഓൾസോ ഗെറ്റ് ടു നോ. അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഫാമിലിയാണ്. വിൽ ഗ്രോ ടുഗെദർ, വിൽ സെയിൽ ടുഗെദർ ആൻഡ് വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ ടുഗെദർ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം മക്കളെ. അധികം ലേറ്റ് ആക്കുന്നില്ല മക്കളെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഞാൻ പറഞ്ഞു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്, ഇറ്റ്സ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ്, ഗ്രാഫ്സ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്, ഓക്കെ, ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. അപ്പൊ എല്ലാവരും പെന്നും പേപ്പറും എടുത്ത് കഥ എഴുതരുത്, നോവൽ എഴുതരുത്, പാട്ട് എഴുതരുത്, ഡൗട്ട്സ് എഴുതുക. അത് നോട്ട് ഡൗൺ എവറിത്തിങ് ആൻഡ് ഡൗട്ട്സുകൾ കമന്റ് ബോക്സിൽ അടിക്കുക. ഓക്കെ, ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ അത് കാണുമ്പോൾ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം മക്കളെ. കാര്യത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റീക്യാപ്പ് നടത്താം. ഇനി പുതിയ പിള്ളേരുണ്ടെങ്കിൽ അവർക്കായിട്ട് ലെറ്റ്സ് ഹാവ് എ സ്മോൾ റീക്യാപ്പ് ഓൺ വാട്ട് വി ഡിഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. വാട്ട് ഡിഡ് വി ഡു ഇൻ ദ ലാസ്റ്റ് ക്ലാസ് മൈ ഡിയർ സ്റ്റുഡൻസ്? We dealt with zero order reaction, ZOR, zero order reaction. അല്ലേ? ക്വിക്ലി നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് പോവാം. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. പുതിയ പിള്ളേർക്ക് വേണ്ടി പെട്ടെന്ന് ടക്ക് ഷടപടയെന്ന് നമുക്ക് ഒരുമിച്ച് ഡെറിവേഷൻ ചെയ്യാം മക്കളെ. A giving you B എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ടെങ്കിൽ at time equal to 0 let the concentration be A0. At time equal to T, let the concentration be AT of the reactant. Okay? നമുക്ക് rate of the reaction എങ്ങനെ എഴുതാൻ പറ്റും? Rate of the reaction is equal to എന്താണ് മക്കളെ? Rate of the reaction is equal to K into concentration of A the whole power 0. That is equal to K itself. ഇനി റേറ്റിനെ നമുക്ക് മൈനസ് ഡി എ ബൈ ഡി ടി എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു കെ. ഇനി ഡി ടിനെയും മൈനസിനെയും അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ഡി എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി. ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ എ നോട്ട് ടു എ ടി, ഇത് നമ്മൾ 0 to t. What do you get my dear students? ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ we will get the final equation. AT is equal to A0 minus KT. This is the integrated rate equation for zero order reactions. ന്റെ integrated rate equation. അതായത് concentration of A at any time can be found out using this. അതായത് 10 സെക്കൻഡിൽ എത്രയാവും A യുടെ concentration? Initial concentration minus rate constant into 10. 5 സെക്കൻഡിൽ എത്രയാവും? Initial concentration minus rate constant into 5.
റേറ്റ് കോൺസ്റ്റന്റും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നു കാണും, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും ക്വസ്റ്റിന്. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ കിട്ടും. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ A0/2k. ഹാഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താ? when the concentration become half, initial concentration become half. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസ് തരാം, അല്ലെ ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഈ ഇക്വേഷൻ ഞാനൊരു കാര്യം ആദ്യം ചെയ്തിരുന്നു, അതായത് A giving you B എന്നും പറഞ്ഞാണ് ഇത് തുടങ്ങിയത്. പക്ഷെ എല്ലാ റിയാക്ഷനും ഇവിടെ എയുടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആവണമെന്നില്ല. 1 ആവണമെന്നുണ്ടോ? 1 ആവണമെന്നില്ല. എല്ലാ റിയാക്ഷനും എയുടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആവണമെന്നില്ല മക്കളെ. അപ്പൊ സാറേ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യും? ഇത് തന്നെ ആയിരിക്കുമോ? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഞാനിപ്പോ കാണിച്ചു തരാം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഡെറിവേഷന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇത് ബുക്കിൽ നോക്കിയാൽ കാണില്ല. ഞാൻ കാണിച്ചു തരാം. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, Na giving you B. ഓക്കെ, സെയിം ലോജിക് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. റേറ്റ് ഇസ് ഈക്വൽ ടു K into concentration of A the whole power 0, that is equal to K itself. ഇവിടെ റേറ്റ് എന്താണ്? ഇവിടെയാണ് പണി വരുന്നത്. ഇവിടെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമുക്ക് -dA/NDT എന്നേ കിട്ടുള്ളൂ. കാര്യം എന്താ? കാര്യം അറിയാത്തവർ ദയവായിട്ട് ഫസ്റ്റും സെക്കൻഡും വീഡിയോ കാണുക കെമിക്കൽ കൈനറ്റിക്സിന്റെ. ഇവിടെ നമുക്ക് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് -dA/dt എന്ന് എഴുതാം. ഇവിടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് n ആയതുകൊണ്ട് NDT എന്ന് എഴുതണം. And that is equal to K. ഇനി നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടുമ്പോൾ we will get dA is equal to -NK/dt. ഇങ്ങനെ കിട്ടും മക്കളെ, ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, if you integrate this my dear students, we will get finally നമുക്ക് കിട്ടാൻ പോണത് AT is equal to A0 minus ഇവിടെ എന്താ കിട്ടിയ? KT. ഇവിടെ നമുക്ക് കിട്ടാൻ പോണത് NKT. ആ N 1 ആവുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ആ N എന്ത് വേണേലും ആവാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു, 2A giving you B. അപ്പൊ N എന്താണ്? 2. അപ്പൊ ഇതായിരിക്കും അവിടുത്തെ ഇക്വേഷൻ. റേറ്റ് കോൺസ്റ്റന്റ് K ആണ്. മനസ്സിലായോ ഡിഫറൻസ്? യെസ് ഓർ നോ? അപ്പൊ ഇവിടെ നമ്മൾ ഹാഫ് ലൈഫ് എന്തായിരിക്കും മക്കളെ? ഇവിടെ നമുക്ക് കിട്ടിയത് A0/2K. ഇവിടെ നമുക്ക് കിട്ടാൻ പോണത് A0/2NK. A0/2NK. അപ്പൊ സാർ ഇതിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോ എങ്ങനെ ചെയ്യണം? നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഈ ഫോർമുല ഷുഡ് ബി യൂസ്ഡ്. അതായത് മേജർലി നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഇങ്ങനത്തെ സാധാ ഇക്വേഷൻ ആയിരിക്കും. ഇനി അഥവാ അവർ മാറ്റി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ പതറാൻ പാടില്ല. ബിക്കോസ് യു ഗൈസ് ആർ വേദാന്തു സ്റ്റുഡൻസ്. നിങ്ങൾ എന്റെ മക്കളാണ്. നിങ്ങൾക്ക് അതും അറിയണം, അതും അറിഞ്ഞിരിക്കണം. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, ഫൈൻ. ഫോർ എക്സാമ്പിൾ അവരിപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു എന്ന് വിചാരിക്കുക. T½ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. T½ 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓക്കെ, റിയാക്ഷൻ ഇതാണ്. അതിന്റെ T½ 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിടിക്കാൻ പോണ ഇക്വേഷൻ, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട റേറ്റ് കോൺസ്റ്റന്റ് ആണ്. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കണം. ഏത്? K കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യോ? ഡോണ്ട് യൂസ് ദാറ്റ് ഇക്വേഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മൾ A0 വാല്യൂ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. A0/2 into N എന്താണ് ഇവിടെ മക്കളെ? 2 into 2 into K. A0 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. You can easily find it out. Yes or no? ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. ഇവിടെ നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ചോദിച്ചപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തു.
ഈ ഫോർമുല റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ ചോദിച്ചപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തു. ഇതേ സെയിം ക്വസ്റ്റ്യന് വാട്ട് ഇഫ് ഐ ആസ്ക് യു വാട്ട് ഈസ് എ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ? വാട്ട് ഈസ് എ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ? അത് ചെറിയൊരു ഹോംവർക്ക് ആണ്. ഗോ വാച്ച് വീഡിയോ നമ്പർ 1, വീഡിയോ നമ്പർ 2. നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും മക്കളെ, ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കണക്ട് ദാറ്റ് ടു ദിസ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് കെ ആണ്. A0 വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ കെ, ദാറ്റ് ഇസ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ. ഇനി റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും കണ്ടാൽ മനസ്സിലാവും. സോ പ്ലീസ് ഡു വാച്ച് ദാറ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത് മറക്കാൻ പാടില്ല. ഓക്കെ, ദിസ് ഡെറിവേഷൻ ഇത് നിങ്ങൾ ചിലപ്പോൾ ബുക്കിൽ കണ്ടെന്ന് വരില്ല, പക്ഷെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നീറ്റിൽ വന്നാൽ യു ക്യാൻ ഈസിലി ടാക്കിൾ ഇറ്റ്. പുരിതാ? ഓക്കെ ബേബി, നമുക്ക് ഇനി അടുത്തത് കാര്യത്തിലോട്ട് കിടക്കാം. ഇത്രയും നേരം എന്ത് ചെയ്യായിരുന്നു സാറേ? അയ്യോ, ഇതല്ലാത്ത കാര്യം അല്ല, ഇതും കാര്യം തന്നെയാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടുള്ള മക്കളെ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പാർട്ടാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ദ റിയാക്ഷൻ ഇൻ വിച്ച് the rate of the reaction varies linearly with the concentration of reactants. The rate of the reaction varies linearly with the concentration of reactants is called as first order reaction. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പറഞ്ഞുതരാം, വളരെ സിമ്പിൾ. നമുക്ക് സെയിം, അതായത് സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇതിലും പോവാം. ഓക്കെ, എവിടെ ചെന്നെത്തും നോക്കാലോ. നമ്മളിപ്പോ ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുത്തു. A giving you B. ഓക്കെ, ഇത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് വിചാരിക്കുക. തന്നിട്ടുണ്ടാവും, കണ്ടാ പറയാൻ പറ്റില്ല, ഹോമം നടത്തിയേ പറയാൻ പറ്റുള്ളൂ, എക്സ്പെരിമെന്റിലൂടെ പറയാൻ പറ്റുള്ളൂ. ബട്ട് ലെറ്റ് us say that it's a first order reaction. Let us say at time is equal to 0. 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 ഒരു മിനിറ്റ് മക്കളെ. At time is equal to 0. Concentration of A is A0. Concentration of A is A0. Okay. At time is equal to T. Concentration is AT. Okay. ഇനി നമുക്ക് റേറ്റിനെ കൊണ്ടുവരാം. റേറ്റ് എങ്ങനെയായിരിക്കും? Let's see. Rate is equal to rate constant into concentration of A. The whole raised to 1. എന്തുകൊണ്ടാ? കാര്യം ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതുകൊണ്ടാണ് പറയുന്നത് റേറ്റ് ഇസ് ലീനിയർലി ഡിപെൻഡന്റ്. കാര്യം ഇത് നമ്മൾ നോക്കുമ്പോൾ ദിസ് ലുക്സ് ലൈക്ക് y is equal to mx, റൈറ്റ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പോലെ ഇല്ലേ? നിങ്ങൾ പറയും ഇല്ല സാർ, പോലെ ഇല്ല, അതേപോലെ ഒന്നും ഇല്ല സാർ. പോലെ ഉണ്ട് മക്കളെ. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അറിയാത്തവർ ദയവ് ഇത് റെഫർ ചെയ്യുക മക്കളെ. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ, ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ലേൺഡ് ഇൻ 10th സ്റ്റാൻഡേർഡ്. ഓക്കെ, 10th ക്ലാസ്സിലേക്ക് തിരിച്ചൊന്നും പോകണ്ട, വെറുതെ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കിട്ടും. ഓക്കെ, R is equal to K into concentration of A. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണ മക്കളെ? റേറ്റ് is equal to K into A. ഈ റേറ്റിനെ നമുക്ക് മൈനസ് DA/dt എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാലോ സാറേ, ഞാൻ റെഡിയാണ് സാറേ. ഇതിനെ K into A അങ്ങനെ തന്നെ വെക്കുക. ഓക്കെ സാറേ. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാമ്പുമ്പോൾ മൈനസ് DA/A മൈനസിനെ നമുക്ക് അങ്ങോട്ട് ഇടാം. ഈ മൈനസിനെ കൊണ്ട് വലിയ ശല്യം ആയല്ലോ മക്കളെ. DA/A is equal to minus K dt. ഓക്കെ, ഇനി ഇതങ്ങടെ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ദിസ് ഫ്രം A0 to AT and this you integrate from 0 to T. Integral of dA/A എത്രയാ? Integral of dx/x is logarithm of x, natural logarithm of x. അതറിയാത്തവർ പ്ലീസ് റെഫർ. ബേസിക് ഇന്റഗ്രേഷൻ ആണ് മാത്സിലുള്ളത്, ബേസിക് ഇന്റഗ്രേഷൻ ആണ്. വേദാന്തുവിന്റെ തന്നെ ചില ചാനൽസിൽ നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ ഓഫ് dx/x is logarithm of natural logarithm of x. അപ്പൊ ഇവിടെ എന്താ വരിക മക്കളെ? ഇവിടെ വരാൻ പോണത് നാച്ചുറൽ ലോഗരിതം ഓഫ് A എന്ന് വരും.
നാച്ചുറൽ ലോഗരിതം ഓഫ് എ എന്ന് വരും. അത് നമ്മൾ ലിമിറ്റും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറൽ ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് AT മൈനസ്, ഒരു മിനിറ്റ്, നമുക്കത് ഇവിടെ തന്നെ എഴുതാല്ലേ, എല്ലാരും നോക്കുക. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോണത് നാച്ചുറൽ ലോഗരിതം ഓഫ് AT മൈനസ് നാച്ചുറൽ ലോഗരിതം ഓഫ് A0 is equal to minus KT. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടാൻ പോണത്. ആൻഡ് ദിസ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നാച്ചുറൽ ലോഗരിതം ഓഫ് AT is equal to natural logarithm of A0 minus KT. ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് എക്സ്പ്രഷൻ. സീറോ ഓർഡർ റിയാക്ഷന്റെ എന്തായിരുന്നു? AT is equal to A0 minus KT. ഇവിടെ ലോഗരിതം വരുന്നു, അവിടെ AT is equal to A0 minus KT. ഇവിടെ ലോഗരിതം ഓഫ് AT is equal to ലോഗരിതം ഓഫ് A0 minus KT. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ കഥ മുടിച്ചാച്ചാ കഴിഞ്ഞോ സാറേ? ഇല്ല മക്കളെ, കഥ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇത് ഓൺലി വൺ ഓഫ് ദി എക്സ്പ്രഷൻസ് ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന്റെ വൺ ഓഫ് ദി എക്സ്പ്രഷൻ ആണിത്. നമ്മളിപ്പോ ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുക്കുകയാണ്, A giving you B. നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ എന്താണ്? നാച്ചുറൽ ലോഗരിതം, ln എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ലോഗരിതം ഓഫ് AT is equal to നാച്ചുറൽ ലോഗരിതം ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ minus KT. This is one of the expressions of first order reactions. ഇനി ഞാൻ ചെയ്യാൻ പോണത് I hope all of you guys know this expression. Natural logarithm of x is equal to 2.303 logarithm to the base 10 of x. ഇതറിയാത്തവർ ഡിക്ഷണറി ഒന്നും എടുത്തു നോക്കണ്ട. ഇതറിയാത്തവർ പ്ലീസ് വാച്ച് ലോഗരിതം വീഡിയോസ്, അല്ലെങ്കിൽ ലോഗരിതത്തിന്റെ ബേസിക്സ് നോക്കുക. ln എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ലോഗരിതം ആണ് മക്കളെ. LOG എന്ന് ഉദ്ദേശിക്കുന്നത് ലോഗരിതം ടു ദ ബേസ് 10. ഓക്കെ, അപ്പൊ നമ്മളത് ലോഗരിതം ടു ദ ബേസ് 10 ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, ഇഫ് യു ആർ ഡൂയിങ് ദ കൺവേർഷൻ, കാര്യം മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് കം ഫോർ യുവർ എക്സാമിനേഷൻ, മിക്ക ക്വസ്റ്റ്യൻസിലും LOG ലോഗരിതം ടു ദ ബേസ് 10 ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോ നമ്മളത് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ലോഗരിതം ഓഫ് AT is equal to ലോഗരിതം ഓഫ് A0. ഇവിടെ മാത്രം ഒരു ചേഞ്ച് വരും. ഇറ്റ് വിൽ ബി K by 2.303 into T. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നത്തിങ്. ഇവിടെ ln ഓഫ് ATക്ക് പകരം 2.303 LOG ഇടുക, എന്നിട്ട് ഇവിടെ ln ഓഫ് A0 പകരം 2.303 LOG ഓഫ് A0 എന്ന് ഇടുക. ഓക്കെ, ആൻഡ് ദെൻ ഡിവൈഡ് ദി എൻറ്റയർ ഇക്വേഷൻ ബൈ 2.303. അത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് മക്കളെ. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ നേരത്തെ എടുത്തുകൊണ്ടിരുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടിന്യൂവേഷന്റെ ഒരു വ്യത്യാസം തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ചെറിയൊരു പവറിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കുറച്ച് നേരത്തെ ബ്രേക്കിന് ശേഷമാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇഫ് യു ഫീൽ എനി ലാഗ്, എന്തെങ്കിലും ലാഗ് തോന്നുകയാണെങ്കിൽ മാപ്പാക്കണം മക്കളെ. ഓക്കെ, ഫൈൻ. ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റും. ഓക്കെ, അപ്പോ ദിസ് ഇസ് ദ സെക്കൻഡ് എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സ്പ്രഷൻ നോക്കാം. ഈ ln ഓഫ് AT equal to ln of A0 minus KT എന്നുള്ളത് I am going to write it like this. ln of AT by A0 is equal to minus KT. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ അതെങ്ങനെ എഴുതി സാറ്? അത് യൂസിങ് ലോഗരിതം പ്രോപ്പർട്ടീസ്. ലോഗരിതം ഓഫ് A0 ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു മക്കളെ. ഓക്കെ, ലോഗരിതം ഓഫ് A0 ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. അപ്പൊ നമുക്ക് log A മൈനസ് log B എന്ന് കിട്ടും. അതായത് log of AT മൈനസ് log of A0 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട്, ലോഗരിതത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് log of A by B. ആ പ്രോപ്പർട്ടി ഞാൻ ഉപയോഗിച്ച് അവിടെ അങ്ങനെ കിട്ടി മക്കളെ.
ഇതൊന്നും അറിയാത്തവർ ദയവായി പ്ലീസ് ഡു വാച്ച് ലോഗരിതം വീഡിയോസ്. അല്ലെങ്കിൽ ലോഗരിതത്തിന്റെ ബേസിക്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത്രയ്ക്ക് ഡീപ്പായിട്ട് ഡെപ്തിലേക്ക് ഒന്നും പോകണ്ട. ഇതൊക്കെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതമാണ്. ഓക്കെ, ഇനി ഞാനിത് തിരിച്ചിടുകയാണെങ്കിൽ ഇപ്പൊ ലോഗരിതം ഓഫ് AT/A0 is equal to minus KT അല്ലെ? ഇനി ഞാൻ എന്താ ആന്റി ലോഗ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ആന്റി ലോഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും AT/A0 is equal to e raised to minus KT, or else AT can be written as A0 e raised to minus KT. ജമ്പലക്കടി പമ്പ. The next equation. അപ്പൊ എന്തോരം ഇക്വേഷൻസ് നമുക്ക് കിട്ടി നോക്കൂ. This is one, this is another one, this is another one. അല്ല മക്കളെ? Yes or no? പുറിയതാ. ഇനി വേറൊരെണ്ണം തരാം മക്കളെ. നമുക്കിനി ദിവനെ രണ്ടുപേരെ ഈ ലോഗരിതം ഓഫ് A0 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താവും? ലോഗരിതം ഓഫ് AT by A0 is equal to minus K by 2.303 into T. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അത് തോന്നിയ കാണിച്ചു സാർ ഇപ്പൊ എന്താ ചെയ്തത്? നേരത്തെ ചെയ്ത് തന്നെ മക്കളെ. നമ്മൾ ഈ ലോഗരിതം ഓഫ് A0 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു ഫോമിലേക്ക് എത്തും. ഓക്കെ, ഇത് ഞാൻ ln(a) minus ln(b) എന്ന് എഴുതി. ദിസ് പ്രോപ്പർട്ടി ഈസ് വാലിഡ് ഫോർ എവറി ലോഗരിതം ടു ദ ബേസ് എന്തായാലും ഈ പ്രോപ്പർട്ടി വാലിഡ് ആണ്. അപ്പൊ log AT minus log A0 can be written as log AT by A0. Okay, which can also be written as log logarithm of A0 by AT. Logarithm of A0 by AT is equal to KT by 2.303. ഇതും ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ് മക്കളെ. ഓക്കെ, ഞാൻ ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ആ മൈനസ് മാറി പ്ലസ് ആവും. Which can be written as, ഇനി ഇവിടെ നിന്ന് നമുക്ക് K യുടെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് എന്തായി മക്കളെ? റേറ്റ് കോൺസ്റ്റന്റ് is nothing but 2.303 by T logarithm of A0 by AT. ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും മക്കളെ. അപ്പൊ എല്ലാവരും നോക്കൂ, ഞാൻ സർക്കിൾ ചെയ്ത് തരാം. ഐ ജസ്റ്റ് ഹൈലൈറ്റ് എവറിത്തിങ് ഫോർ യു ഗൈസ്. എളുപ്പമാക്കാനായിട്ട് ഏതൊക്കെ ഫോർമുലാസ് നിങ്ങൾ മനസ്സിൽ വെക്കണം? കെയുടെ ഫോർമുല ഡെഫിനറ്റ്ലി കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. റേറ്റ് കോൺസ്റ്റന്റ് ഫോർമുല. Then this one, keep it in your mind. പിന്നെ ഇത് keep it in your mind. Okay, പിന്നെ AT is equal to A0 e raised to minus KT. അതും keep it in your mind. Okay, മനസ്സിലായോ മക്കളെ? ഇത്രയും എക്സ്പ്രഷൻസ് ഉണ്ട്. ഇനിയും നമുക്ക് എക്സ്പ്രഷൻസ് ഉണ്ടാക്കാം. ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം മക്കളെ. So see the number of expressions you are getting over here. അതാണ് ഞാൻ പറഞ്ഞത്. This is a very interesting order. First order എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇനി അത്ഭുതങ്ങളുണ്ട്. Just wait for it. ഇനി നമുക്ക് ഇവനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയില്ലേ? ലോഗരിതം ടു ദ ബേസ് 10 വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയില്ലേ? ഇനി നാച്ചുറൽ ലോഗരിതം വെച്ചിട്ട് അതേപോലത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ നോക്കാം. നാച്ചുറൽ ലോഗരിതം വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുമ്പോൾ ഒറ്റൊരു വ്യത്യാസമേ വന്നുള്ളൂ മക്കളെ. K will be equal to 1 by T natural logarithm of
A naught by 80. A naught by 80. ഒറ്റൊരു വ്യത്യാസം. എന്താ ഒറ്റൊരു വ്യത്യാസം? ഒരു 2.303 മിസ്സിംഗ് ആയി. കാരണം ഇത് LOG A naught by 80 ആണ്, ഇത് നാച്ചുറൽ ലോഗരിതം A naught by 80 ആണ്. അത്രേ ഉള്ളൂ. ദണ്ഡനാടൻ മുടിച്ചാച്ച്. So these are the main equations. These are the main equations for first order reactions. ഇനി ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റേറ്റ് കോൺസ്റ്റന്റ് തരികയാണ്. ഓക്കെ, റേറ്റ് കോൺസ്റ്റന്റ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ അതെങ്ങനെ തീരുമാനിക്കാം? ദാറ്റ്സ് ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ. LOG ആണ് ലോഗരിതം ടു ദ ബേസ് 10 ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസിലെ നമ്പർ അനുസരിച്ച് യു ഷുഡ് വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. യു വിൽ അണ്ടർസ്റ്റാൻഡ്, ഡു നോട്ട് വറി. അപ്പൊ എല്ലാരും ക്യാമറ എടുക്കുക, മനസ്സിന്റെ ക്യാമറ, മെമ്മറി ക്യാമറ എടുക്കുക. ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് all these formulas. Okay, depending on the question you can use them. Depending on the question you can use them. Okay മക്കളെ, സോ അത് തന്നെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കണത്. അതിൽ തന്നെ സം ഓഫ് ദ മെയിൻ ഫോർമുലാസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കണത്. നോക്കൂ, K is equal to, as in this is the first formula that we derived. Natural logarithm of 80 is equal to natural logarithm of A naught minus KT. K is equal to 1 by T natural logarithm of A naught by 80. ഇത് നമ്മൾ derive ചെയ്തു. Next, logarithm to the base 10 of 80 is equal to logarithm to the base 10 of A naught minus KT by 2.303. Done. K is equal to 2.303 by T log of A naught by 80. Okay, 80 is equal to A naught into E raised to minus KT. So these are the main equations. അതിന്റെ ഡെറിവേഷൻ ആണ് ഇപ്പുറത്തുള്ളത്. അതിന്റെ ആക്ച്വൽ വൺസ് കുറച്ചുകൂടി നീറ്റ് ആയിട്ട് ഇതിൽ കാണാം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഗ്രാഫ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. എനിക്കറിയാം നിങ്ങൾക്ക് ഗ്രാഫ്സ് ഇഷ്ടമല്ലാന്ന്, പക്ഷെ ഞാൻ ഓൾറെഡി ഐ ഹാവ് ഓൾവേസ് ടോൾഡ് യു ദിസ് മാത്സ് ഇസ് എ ലാംഗ്വേജ് ഓഫ് സയൻസ്. മാത്സ് ഇല്ലാതെ സയൻസ് ഇല്ല, അല്ലേ? ഫൈൻ. സോ ഇഫ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ തിങ്സ് യു നീഡ് ടു ഇൻവോൾവ് മാത്സ് ഇൻ ഇറ്റ്. സയൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിലും അല്ല. ഓക്കെ, ഭൂലോകത്തിന്റെ സ്തംഭനം തന്നെ മാത്തമാറ്റിക്സിലാണ്, അല്ലെ? അപ്പൊ എല്ലാരും നോക്കുക, ദ ഗ്രാഫ്സ് ഇൻവോൾവ് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, വൺ is natural logarithm of 80 versus time. Natural logarithm of 80 versus time. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ അതെങ്ങനെ ഇങ്ങനെ കിട്ടി? How did you get this line over here? വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇങ്ങനെ ഒരു ഇക്വേഷൻ. Natural logarithm of 80 is equal to natural logarithm of A naught minus KT. Okay, അപ്പൊ ഇത് if you compare it with the straight line equation, y is equal to c plus mx. Okay, y എന്താണ്? നാച്ചുറൽ ലോഗരിതം ഓഫ് 80. അതാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, t എന്താണ് മക്കളെ? t എന്താണ്? x ആണ്. x ആക്സിസിൽ t. നാച്ചുറൽ ലോഗരിതം ഓഫ് a naught ആയിരിക്കും c. So basically ഈ പോയിന്റ് over here, this point over here is nothing but natural logarithm of a naught. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അവരൊരു ഗ്രാഫ് വന്നിട്ട് ഈ പോയിന്റ് എന്താണ്? they'll give you 4 options. ഓക്കെ, മനസ്സിലായോ? ഇനി സ്ലോപ്പ് എന്താണ്? ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും മക്കളെ? സ്ലോപ്പ് is equal to, slope is nothing but m. ആ m എന്താണ്? minus k. So slope for this graph is minus k. അതും മറക്കരുത്. Got it? ഇനി അത് തന്നെ log of 80 എടുക്കുകയാണെങ്കിൽ, log logarithm to the base 10 of 80 എടുക്കുകയാണെങ്കിൽ versus t പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യും. log of 80 is equal to log of a naught minus kt by 2.303. അപ്പൊ ഇതും നമുക്ക് y equal to mx വെച്ചിട്ട് കമ്പയർ ചെയ്യാം. mx plus c. y എന്താണ്? log of 80. y എന്താണ്? log of 80. ഓക്കെ, LOG of 80 അതാണ് y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇന്റർസെപ്റ്റ് എന്താണ് മക്കളെ? ഈ ഇന്റർസെപ്റ്റ് എന്താണ്? This intercept will be logarithm of a naught മക്കളെ, because ഈ c എന്താണ് ഇവിടെ? y equal to c plus mx. ഈ c ഇവിടെ എന്താണ്? logarithm of a naught. ഓക്കെ, ഇനി സ്ലോപ്പ് m എന്താണ് ഇവിടെ? x is time. m എന്താണ്? minus k by 2.303. അപ്പൊ സ്ലോപ്പ് എന്താണ് മക്കളെ? Slope for this graph is minus k by 2.303.
രണ്ടെണ്ണാണ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് മൈനസ് കെ, ആ ഗ്രാഫിന്റെ സ്ലോപ്പ് മൈനസ് കെ ബൈ 2.303. മറക്കരുത്. നെക്സ്റ്റ്, റേറ്റ് വേഴ്സസ് റിയാക്ടന്റ്. കുത്തനെ പൊങ്ങുന്ന ഒരു ഗ്രാഫ്, ലീനിയർ ഗ്രാഫ്. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. K into concentration of A. If you compare this with y equal to mx, y equal to mx, it's a graph with positive slope. अब നിങ്ങൾക്ക് C എവിടെയാണ്? C is equal to 0 over here. Intercept is 0. മനസ്സിലായോ? Okay baby, done. അപ്പോൾ it's equal to y equal to mx വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ it's a line with a positive slope. It's a line with a positive slope. Slope എന്താണ് മക്കളെ? സ്ലോപ്പ് എന്തായിരിക്കും ഇവിടെ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു കെ. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു കെ. മനസ്സിലായോ? ആൻഡ് ഫൈനലി AT വേഴ്സസ് ടൈം. AT വേഴ്സസ് ടൈം, വിച്ച് ഇക്വേഷൻ ഷുഡ് ബി കൺസിഡർ? AT വേഴ്സസ് ടൈമിന് നമ്മൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. AT is equal to A0 into e raised to minus KT. Okay, ഇതൊരു എക്സ്പോണൻഷ്യൽ ഗ്രാഫ് ആയിരിക്കും മക്കളെ. It will be an exponential graph, my dear students. Okay, A0 into e raised to minus KT അതായിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. T കൂടുന്തോറും AT യുടെ വാല്യൂ കുറഞ്ഞു വരും. And T equal to 0, when you put T equal to 0, it will be, അപ്പോൾ basically the graph will be slightly like this. Okay, ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോകുന്നത്. Okay, slightly like this. ഈ പോയിന്റ് എന്ന് പറയുന്നത് A0 ആയിരിക്കും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. Got it? Yes or no? Perfect or not? കാര്യം T equal to 0 ഇടുകയാണെങ്കിൽ e raised to minus k into 0, e raised to 0 എന്ന് കിട്ടും. e raised to 0 is nothing but 1. അല്ലേ? അപ്പൊ AT equal to A0. Obviously നമുക്കറിയാം ടൈം equal to 0 A0 ആയിരിക്കും. അവിടുന്ന് ഇങ്ങനെ എക്സ്പോണൻഷ്യലി കുറഞ്ഞു വരും. Okay, it will be an exponential graph. എക്സ്പോണൻഷ്യലി കുറഞ്ഞു വരും. Got it? മനസ്സിലായോ? So ഈ 4 ഗ്രാഫും മക്കളെ take your memory photo. Okay, മറക്കരുത്. Graphical questions are very very important. Graphical questions എനിക്ക് അറിയാം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന്, but നിങ്ങൾ പഠിച്ചേ പറ്റൂ. Because your captain says so. ഞാൻ എന്നെ തന്നെ ക്യാപ്റ്റൻ ആക്കിയിട്ട് നമ്മുടെ ടീമിന്റെ. Fine. So please, this is extremely important. 4 ഗ്രാഫ്. Okay. പുറിയതാ മുടിച്ചാച്ചാ. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് എടുക്കാം. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇത് വളരെ രസകരമാണ്. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഹാഫ് ലൈഫ് എന്താ? The time taken for the reaction to be completed, half 50% of the reaction to be completed, the time taken for that. അത് നമുക്ക് ഡിറൈവ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം for a reaction like this, if it is first order, we already know the rate equation as an integrated rate expression. Logarithm of AT is equal to logarithm of A0 minus KT. Okay. In T half, at T half, we know that AT will be equal to A0 by 2. Okay. Yes or no? അപ്പൊ ഇതിനെ നമ്മൾ മാറ്റിമറിച്ച് എഴുതുകയാണെങ്കിൽ ഇതിന്റെ വേറൊരു എക്സ്പ്രഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. KT, you remember there's another expression, KT is equal to natural logarithm of ഇതിനെ അങ്ങോട്ട് എടുക്കുകയാണ് മക്കളെ, natural logarithm of A0 by AT. Okay, ഇതിനെ അങ്ങോട്ട് എടുക്കുന്നു, എന്നിട്ട് ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു, എന്നിട്ട് മൈനസ് വരുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. We already did that earlier. Okay, ഇവിടെ നിന്ന് നമ്മൾ KT half എടുക്കുകയാണ്. KT half is equal to logarithm of A0 by AT. അപ്പൊ T halfിലെ AT എന്താണ്? T halfിലെ AT is equal to A0 by 2. T halfിലെ AT is equal to A0 by 2. അപ്പൊ നമ്മൾ ഇവിടെ ATക്ക് പകരം
AT ക്ക് പകരം നമ്മൾ A0 by 2. We will put A0 by 2. 2 നേരെ മേലോട്ട് ചാടുന്നു. A0 cancel ആവുന്നു. We will get T half is equal to A0 cancel ആവുന്നു. Natural logarithm of 2 divided by rate constant. That is equal to 0.693 by rate constant. Beautiful. Which means that T half is independent of T half is independent of എന്ത്? T half is independent of A0. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഹാഫ് ലൈഫ്. അതായത് നിങ്ങൾ 1000 മോളിക്യൂൾസ് എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ തരാം. എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ തരാം. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ലെറ്റ്സ് സേ 1000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ പറയണ ഹാഫ് ലൈഫ് ഓഫ് ദിസ് റിയാക്ഷൻ 10 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 1500 ആവാനായിട്ട്, ഹാഫ് ആവാനായിട്ട് 10 സെക്കൻഡ് എടുക്കും. ഈ 500 250 ആവാനായിട്ട് 10 സെക്കൻഡ് എടുക്കും. ഈ 250 125 ആവാനായിട്ട് 10 സെക്കൻഡ് എടുക്കും. മനസ്സിലായോ മക്കളെ? സോ ബേസിക്കലി whatever be the initial concentration, നിങ്ങൾ എങ്ങനെ തുടങ്ങിയാലും, ഇനി 1000 അല്ല 10000 അല്ല 10 ലക്ഷം അല്ല 1 കോടി എടുത്താലും അതിന്റെ പകുതി ആവാനായിട്ട് 10 സെക്കൻഡ് എടുക്കുള്ളൂ. That is the beauty of first order reactions. Half life is independent of initial concentration. Zero order reactions നിങ്ങൾക്ക് ഓർമ്മയില്ലേ? Half life is what? Zero order reaction depends on the half life. Zero order reactions depend on the initial concentration. Zero order reactions in the half life depends on the initial concentration. ഇവിടെ depend ചെയ്യുന്നില്ല. And that is a surprising fact. That is the beauty of first order reactions. Okay? അപ്പൊ ഇത് നോട്ട് ചെയ്യുക മക്കളെ. It's very 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 important. Half life equation is 0.693 by K. Okay, 0.693 എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ആണ്. സോ ഇതാണ് ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ. ആൻഡ് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഹാഫ് ലൈഫും A0 വെച്ചൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് എ ഹൊറിസോണ്ടൽ ലൈൻ. എന്തുകൊണ്ടാണ്? ഹാഫ് ലൈഫ് ഇസ് കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് A0 വാല്യൂ. നിങ്ങൾ A0 എത്ര കൊടുത്താലും T ഹാഫ് അത് തന്നെ ആയിരിക്കും. ഓക്കെ, ഹാഫ് ലൈഫ് ഓഫ് FOR, first order reaction, is independent of the initial concentration of reactant. Jambalakadi pampa kadi. Okay baby, fine. Next is completion time. അതായത് നിങ്ങൾ സീറോ ഓർഡർ റിയാക്ഷനിൽ നമ്മൾ പഠിച്ചില്ലേ കംപ്ലീഷൻ ടൈം, അതായത് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നുള്ളത്. നമുക്ക് അതേ ലോജിക്ക് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര നേരം എടുക്കും? അതോ കംപ്ലീറ്റ് ആവൂ? അതെങ്ങനെ സാറേ കംപ്ലീറ്റ് ആവാതിരിക്കണം? എല്ലാ റിയാക്ഷനും കംപ്ലീറ്റ് ആവില്ലേ? ആവൂ, നോക്കാം. A first order reaction never undergoes completion. Dum. Surprising, അല്ലേ? A first order reaction never undergoes completion. A first order reaction never undergoes completion. അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, at T equal to T 100%, T 100% എന്ന് വെച്ചാൽ completion, AT equal to 0 ആയിരിക്കണമല്ലോ. അതാണ് വെപ്പ്, അല്ലേ? ഫൈനൽ കോൺസെൻട്രേഷൻ 0 ആയിരിക്കണം. അപ്പോൾ T, you know that T is equal to 2.303 log 2.303 by K log of A0 by AT. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇത് എവിടെ നിന്ന് കിട്ടി? നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയില്ലേ? K is equal to 2.303 by T log of A0 by AT. Okay? Yes or no? Fine. അത് T അപ്പുറത്തേക്ക് എടുത്തു, K ഇപ്പുറത്തേക്ക് ഇട്ടു. So T is equal to 2.303 by K log of A0 by AT.
അപ്പൊ T 100% എത്രയാ? 80 0 ആയിട്ട് വരണം. 80 0 ആകുമ്പോൾ ഇറ്റ്സ് ലോഗരിതം ഓഫ് A0 by 0 which is tending to infinity. That means 100% കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 100% കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സമയം കുറെ എടുക്കും ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. എൻ്റെ 100 മോളിക്യൂൾസ് ഓഫ് എ ഉണ്ട്. അത് 50 ആവാനായിട്ട് 10 സെക്കൻഡ് എടുത്തു. അത് 25 ആവാനായിട്ട് വീണ്ടും 10 സെക്കൻഡ്. ആ 25 12.5 ആവാനായിട്ട് വീണ്ടും 10 സെക്കൻഡ്. ആ 12.5 വീണ്ടും പകുതി ആവാനായിട്ട് 10 സെക്കൻഡ്. അതിന്റെ പകുതി ആവാനായിട്ട് 10 സെക്കൻഡ്. അങ്ങനെ പകുതിയെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആക്ച്വലി ടെക്നിക്കലി ഇത് കംപ്ലീഷനിലേക്ക് എത്തുന്നില്ല. മനസ്സിലായോ? ഓക്കെ, നമുക്കിനി വേറൊരു കാര്യം കണ്ടുപിടിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇനി ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ചെറിയൊരു ഹിന്റ് തരാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ND by NI. ND എന്ന് ഉദ്ദേശിക്കുന്നത്, always understand, ND over here is number of molecules of reactant, number of moles of reactant which reacted. Ni എന്ന് പറയുന്നത് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. Ni എന്ന് പറയുന്നത് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ്. അതായത് ഇപ്പൊ ഞാനൊരു റിയാക്ഷൻ എടുക്കുകയാണ്. A giving you B. Okay, at time equal to 0 എൻ്റെ 100 A ഉണ്ടെന്ന് വിചാരിക്കാം. at time equal to let's say 10 സെക്കൻഡില് എൻ്റെ 60 A ബാക്കിയുള്ളൂ. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്തായിരിക്കും മക്കളെ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് വിച്ച് റിയാക്ടഡ്. എത്ര മോൾസ് റിയാക്ട് ചെയ്തു? 100 60 ബാക്കിയുള്ളൂ. അപ്പൊ 40 റിയാക്ട് ചെയ്തു. 100 - 60, അതായത് 40 divided by initial number of moles. Ni is initial number of moles. 40 divided by 100, അതായത് 0.4. അതായത് 10 സെക്കൻഡില് എന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 0.4 ആയിരിക്കും. Got it? Degree of dissociation is nothing but number of moles of reactant which reacted divided by initial number of moles of reactant. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ അതും ഇതും ആയിട്ട് എന്താ ബന്ധം? നിങ്ങൾക്കറിയാം, കുറച്ചു പേരെങ്കിലും ഇത് ഇക്വിലിബ്രിയത്തിൽ പഠിച്ചു കാണും, ഓർമ്മയുണ്ടാവും. ഇൻഫാക്ട് സൊല്യൂഷൻസ് ചാപ്റ്ററിലും പഠിച്ചു കാണും. ഓക്കെ, പഠിക്കാത്തവർ നോ വറീസ്, വിൽ ബി എനിവേ റീവിസിറ്റിംഗ് ഓൾ ദാറ്റ്. ഡു നോട്ട് വറി അബൌട്ട് ഇറ്റ് റൈറ്റ് നൗ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ and degree of dissociation of a zero order. Zero order ne namukku ivide kondu chamba. Okay, alpha is what? Alpha ഞാൻ പറഞ്ഞു initial concentration minus final concentration. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ ചെയ്തത്. Initial concentration minus final concentration, that is 40 divided by initial concentration. അപ്പോൾ initial concentration is A0 minus final concentration is 80. അല്ലേ? Initial concentration is A0 minus final concentration is 80. A0 minus 80 by A0. ഇനി 80 നെ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട്, this is for first order reaction. Okay, so first order reaction, this is for first order reaction. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് 80 നെ നമുക്ക് A0 e raised to minus kt എന്ന് എഴുതാം. എങ്ങനെ എഴുതാം സാറേ? കാര്യം നമ്മൾ അത് ഓൾറെഡി ഡിറൈവ് ചെയ്തിരുന്നു. ഇനി by A0, initial concentration is A0, so divide by A0 cancel ആയി പോകും. You will get 1 minus e raised to minus kt. Degree of dissociation is independent of initial concentration. It just depends on the time. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ ഇതിന്റെ അർത്ഥം എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുത്തു എന്ന് വിചാരിക്കാം. എൻ്റെ ലെറ്റ് us say 100 A ഉണ്ട് ഇനീഷ്യലി. ഞാൻ പറയണു 10 സെക്കൻഡില് 20% ഡിസോസിയേഷൻ നടക്കും എന്ന് വിചാരിക്കുക. 20% of this 100 would go out. ഓക്കെ, 10 സെക്കൻഡിൽ 20% ഞാൻ കണക്ക് ചെയ്തു.
അപ്പൊ 10 സെക്കൻഡിൽ 20% പോയാൽ എത്രയുണ്ട് ബാക്കി? 80 ഉണ്ട് ബാക്കി അല്ല? 80 is left അല്ല? ഇനി അടുത്ത 10 സെക്കൻഡില് എത്രയായിരിക്കും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട മക്കളെ. ബിക്കോസ് ടൈം ഇസ് ദ സെയിം, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് ദ സെയിം. അതായത് എല്ലാ 10 സെക്കൻഡും 20% വെച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ 20% എടുക്കുക, 20% will be dissociated. See, 100ന്റെ 20% എത്രയാ? 20. ആ 20 പോയപ്പോ 80 ബാക്കിയുണ്ട്. ഇനി അടുത്ത 10 സെക്കൻഡില് 80യുടെ 20% എത്രയാ? 80യുടെ 20% എത്രയാ? 16, 16. അപ്പൊ ആ 16 ഇതിൽ നിന്ന് കുറയ്ക്കുക. ആ 16 ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 64. That will be the amount of A left. ഇനി അടുത്ത 10 സെക്കൻഡില് 20% of 64 will get dissociated. അപ്പൊ 80% of 64 will be left. മനസ്സിലായോ? ആദ്യത്തെ 10 സെക്കൻഡിൽ 80% of 100 is left. പിന്നത്തെ 10 സെക്കൻഡിൽ 80% of 80 is left, 64. പിന്നത്തെ 10 സെക്കൻഡിൽ 80% of 64 will be left. അപ്പൊ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും ഇഫ് യു നോ ദ ലോജിക്. ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലോജിക് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഇങ്ങനെ ഡേറ്റ് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു, വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് എ ആഫ്റ്റർ ലെറ്റ്സ് സേ 30 or 40 seconds. അപ്പൊ നിങ്ങളത് ഇക്വേഷനിൽ ഇട്ട് സോൾവ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അറിയാം, ഓക്കെ 10 സെക്കൻഡിൽ 20% ഡിസോസിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ 80% ബാക്കി ഉണ്ടാവും. അപ്പൊ എല്ലാ 10 സെക്കൻഡിലും 80% വെച്ച് ബാക്കി ഉണ്ടാവും, പ്രീവിയസിന്റെ 80%. മനസ്സിലായോ? അതാണ് ഇത് തന്നെയാണ് ആ ഹാഫ് ലൈഫിലും വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഹാഫ് ലൈഫ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദി ഇനീഷ്യൽ. ഹാഫ് ലൈഫ് ഇസ് വാട്ട്? 50% ഡിസോസിയേഷൻ. അപ്പൊ എല്ലാ ഹാഫ് ലൈഫിലും 50% വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഹാഫ് ലൈഫ് ഇസ് വാട്ട്? 50% ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് 50. അപ്പൊ എല്ലാ ഹാഫ് ലൈഫിലും അതേ 50% വെച്ച് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ഹാഫ് ലൈഫ് ഇസ് എ കോൺസ്റ്റന്റ്. സിമിലർ ടു ദാറ്റ്, ഇഫ് ടൈം ഇസ് ഫിക്സഡ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് കോൺസ്റ്റന്റ്. ടൈം ഫ്രെയിം നിങ്ങൾ ഫിക്സ് ചെയ്യാണ്. ഇപ്പൊ ടൈം ഫ്രെയിം നമ്മൾ 5 സെക്കൻഡ് കൊടുത്തു, അതായത് എല്ലാ 5 സെക്കൻഡിലും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ സെയിം ആയിരിക്കും. മനസ്സിലായില്ലേ? സീറോ ഓർഡർ റിയാക്ഷന്റെയോ നോക്കാം. A0 - AT by A0, ഇതാണ് ആൽഫ. AT എന്താണ് മക്കളെ? ഇവിടെ AT എന്നുള്ളത് സബ്സ്ക്രിപ്റ്റ്. ഓക്കെ, സബ്സ്ക്രിപ്റ്റ്. AT എന്താണ്? A0 - KT. സീറോ ഓർഡർ റിയാക്ഷൻ അല്ലേ? A0 - KT എന്ന് വരും. ഓക്കെ, A0 ക്യാൻസൽ ആവും. യു വിൽ ഗെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു KT by A0. ആൽഫ ഇസ് ഈക്വൽ ടു KT by A0. ആൽഫ ഇസ് ഈക്വൽ ടു KT by A0. Fine. It does depend on the initial concentration. First order reaction, it does not depend on the initial concentration. അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. That is what makes the difference, my dear champions. Okay? Okay, baby. Very good. ഇനി അപ്പൊ ഈ ലെവലിൽ നിങ്ങൾ കാര്യങ്ങൾ കാണണം. ഓക്കെ, ഞാൻ എന്തോരം വെറൈറ്റീസ് ഒന്നും നിങ്ങൾ ചിലപ്പോൾ ഇത് ബുക്കിൽ നോക്കിയാലൊന്നും എല്ലാം കാണണമെന്നില്ല. ചിലപ്പോൾ കാണാം, ചിലപ്പോൾ കാണില്ല. നിങ്ങൾ നോക്കണ പോലെ ഇരിക്കും കേട്ടോ. സോ നോട്ട് ദിസ് ഡൗൺ ഓൾസോ, മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഇനി അടുത്തത്, അപ്പൊ ഇത് തന്നെയാണ് സമ്മറി. Okay, the moral of the story is degree of dissociation for a zero order reaction depends on A0, that is initial concentration. Degree of dissociation for a first order reaction does not depend on A0. Okay? മനസ്സിലായോ മക്കളെ? Now, time taken to complete X% of a first order reaction. അതായത് ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ടൈം ടേക്കൺ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തരും, എന്നിട്ട് ഫൈൻഡ് ദ ടൈം ടേക്കൺ ഫോർ കംപ്ലീഷൻ ഓഫ് X%. ഫോർ എക്സാമ്പിൾ 20% ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, or 30% ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, or 40% ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടും ഉണ്ടാവില്ല. എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ ആണ് മക്കളെ, വളരെ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ,
നമുക്കറിയാം ടൈം ഇസ് ഈക്വൽ ടു, ഞാൻ ഇതായിരിക്കും അൾട്ടിമേറ്റ് ഫോർമുല, ഞാനത് ഡിറൈവ് ചെയ്ത് തരാം. ടൈം ഇസ് ഈക്വൽ ടു 2.303 by k log of a0 by at എന്നുള്ളത് നമുക്കറിയാം. എവിടെ നിന്നറിയാം? നമ്മൾ ഇത് ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. a0 by at, ദിസ് ഇസ് സംതിങ് ദാറ്റ് വി നോ. ഓക്കെ, x percentage, time taken to complete x percentage. If time taken to complete x percentage, അതായത് x percentage കഴിഞ്ഞു, എത്ര പെർസെന്റേജ് ബാക്കിയുണ്ട്? 100 minus x. x percentage കഴിഞ്ഞു, എത്ര പെർസെന്റേജ് ബാക്കിയുണ്ട്? 100 minus x. അല്ലേ? x percentage കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ബാക്കിയുണ്ട് മക്കളെ? 100 minus x അല്ലേ? അപ്പൊ ഇവിടെ നമ്മള് 2.303 by k log of a0 divided by at ക്ക് പകരം ഞാൻ 100 minus x percentage ബാക്കിയുണ്ട്. 100 minus x percentage ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ 100 minus x by 100 into a0 ബാക്കിയുണ്ട്. 2% is left എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 2 by 100 of that number is left. 100 x percentage complete ചെയ്തു, അപ്പൊ 100 minus x percentage ബാക്കിയുണ്ട്. അപ്പൊ 100 minus x by 100 into a0 ആണ് ആക്ച്വൽ വാല്യൂ. അത് ഇവിടെ കൊണ്ട് ചാമ്പ്. 100 minus x by 100 into a0. a0 cancel ആവും. ഈ 100 നേരെ മേളിലോട്ട് ചാടും and you will get that beautiful formula. Look at that. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് അണ്ടക ഡാമഡിയും എല്ലാവർക്കും ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എങ്ങനെയാണ് ഒലിച്ചു വരുന്നത്? ഹൗ ഇസ് ഇറ്റ് ഫ്ലോ? വാട്ട് ഇസ് ദ ഫ്ലോ ഓഫ് ഡെറിവേഷൻ? അതുകൂടി മനസ്സിലാക്കിയാൽ യു വിൽ ഗെറ്റ് an in-depth understanding of the chapter, and that is what science students should do. Okay, fine. ഒരു പുഴയിലേക്കോ അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് ചാടുമ്പോൾ, ഒരു കുളത്തിലേക്ക് ചാടുമ്പോൾ എന്റെ ആഴം അറിയാതെ ചാടിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ഫോർമുല മാത്രം പഠിച്ചിട്ട് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയില്ല. ബട്ട് ആ ഫോർമുല എങ്ങനെയാണ് അത് ഒഴുകി വന്നത് എന്നറിഞ്ഞാൽ യു വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോർമുല ഫോർ x percentage completion. ഇനി നമുക്ക് 3 ഫോർമുലാസ് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കല്ല, I'll just give you 3 very interesting formulas for first order reaction. Time taken to complete 75% of first order reaction is 2 into t half. Yes, time taken to complete 75% of first order reaction is 2 into t half. അതെങ്ങനെ? ഞാൻ നേരത്തെ ചെയ്ത പോലെ time 75% is equal to 2.303 by k into log of 100 by 100 minus 25. That is equal to 2.303 by k. ഇത് 75 ആവും മക്കളെ. 100 by this is 100 by 100 minus 75. Okay, 100 minus 75 is what? 25. അപ്പോൾ 100 by 25 എത്രയാ? 100 by 25 എത്രയാ? 4. So this becomes log of 4. Okay, and that is equal to log of 4 നമുക്ക് always understand log of 4 നമുക്ക് log of 2 square എന്ന് എഴുതാം, which is nothing but 2 log 2. Okay, log of 4 log of 2 square എന്ന് എഴുതാം, which is nothing but 2 log 2. So this is nothing but 2 into 2.303. ഒരു മിനിറ്റ്, ഞാനത് കുറച്ച് ഇപ്പുറത്തേക്ക് എഴുതാം. Which is nothing but, എല്ലാവരും നോക്കാം, which is nothing but 2.303 by k into 2 into log 2. Okay, log of 2 square is 2 log 2. അപ്പോൾ 2 എടുത്ത് പുറത്തേക്ക് ഇടുക. 2 into 2.303 by k. Got it? ഇനി 2.303 into log 2 എന്താ? 2.303 into log 2 is nothing but
natural logarithm of 2. So natural logarithm of 2 into 2 divided by k. What is this? This is nothing but t half. We already know that. അങ്ങനെയാണ് 2 into t half. T of 75% is 2 into t half. Logically നിങ്ങൾക്ക് കിട്ടും. Logically നിങ്ങൾക്ക് കിട്ടും മക്കളെ. Everyone look. A naught by 2 ആവാൻ t half time എടുക്കും. A naught by 2, A naught by 4 ആവാൻ another t half എടുക്കും. കാര്യം t half എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. A naught by 2 ആവാൻ t half എടുക്കും. A naught by 2, A naught by 4 ആവാൻ t half എടുക്കും. അപ്പൊ A naught by 4 ആവാൻ എത്ര നേരം എടുക്കും? t half plus t half 2t half. A naught by 4 ആവാൻ, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1/4 ആവാൻ. 1/4 എന്ന് പറഞ്ഞാൽ 25% ആവാനായിട്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 25%. 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 25%. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 25% ആവാനായിട്ട് 2t half എടുക്കും. അതായത് 75% കംപ്ലീഷൻ. ഓക്കെ, അതായത് 75% കംപ്ലീഷൻ. അതാണ് അതിന്റെ ഗുഡ് ടെൻസ്. അതേപോലെ തന്നെ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 87.5% is 3 into t half. സെയിം ലോജിക്ക് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പൊ പറഞ്ഞ ലോജിക്ക് തന്നെ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് കുറുക്ക് വഴി, ഇത് വലിയ വഴി, രണ്ട് രീതിയിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 99.9% of the reaction is 10 into t half. സെയിം രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ. Try this at home. Please try this at home. കാര്യം എല്ലാം പായസവും ഞാൻ തന്നെ ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഓക്കെ, ഒരു സേമിയ പായസമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി തരേണ്ടി വരും. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. സോ പ്ലീസ് ട്രൈ ദീസ് ഡെറിവേഷൻസ് അറ്റ് ലീസ്റ്റ് ഇൻ ഹോം. പക്ഷെ ഇത് നിങ്ങൾക്ക് 3 പ്രോബ്ലംസിൽ യൂസ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമായിരിക്കും. കാര്യം ഇപ്പൊ ടി ഹാഫ് വന്നിട്ടുണ്ട്. അവർ ചോദിക്കാണ് 75% കംപ്ലീറ്റ് ചെയ്യാൻ എത്ര നേരം എടുക്കും? തല ഉണ്ടാക്കണ്ട, നേരെ ഫോമിൽ ഇടുക. ടി ഹാഫ് വന്നിട്ടുണ്ട്. അവർ ചോദിക്കും 99.9% കംപ്ലീറ്റ് ആവാൻ എത്ര നേരം എടുക്കും? 10 into t half. Got it? അപ്പൊ അങ്ങനെയാണ് പാലാരിവട്ടം പാലം ഉണ്ടായത്. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എല്ലാവരും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയണ പോലെ, പായസം ഞാൻ തരില്ല മക്കളെ. പായസം ഞാൻ ആദ്യം തന്നെ തരില്ല. നിങ്ങൾ ആദ്യം പായസം ഉണ്ടാക്കാൻ നോക്കണം. Pause it and try to do it. Okay? Fine. So let's look. The rate for a first order reaction is 4.606 into 10 power minus 3. The time required to reduce 2 grams of the reactant to 0.2 grams is. The time required to reduce 2 grams of the reactant to 0.2 grams is. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക മക്കളെ. വളരെ എളുപ്പമാണ്. It is not at all difficult. വളരെ അധികം എളുപ്പമാണ് മക്കളെ. നിങ്ങൾ ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. It's NEET 2020 question. പഴയ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. What is the equation for time? 2.303 divided by k. K തന്നിട്ടുണ്ട്. log of A naught by 80. That is equal to 2.303 by 4.606. ആ നമ്പർ നിങ്ങൾ കണ്ടപ്പോൾ പേടിക്കണ്ട. It's nothing but the double of this. 2.303 double ആണ് 4.606 into 10 power minus 3 into log of time required to reduce 2 grams of the reactant to 0.2. അപ്പൊ ഇവിടെ നമുക്ക് 2, ഇത് 0.2. Got it? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2.303 by 4.606 is nothing but 1/2. So this will be 10 power minus 3 നമുക്ക് മേളിലേക്ക് ചാമ്പാം. 10 power minus 3 നമുക്ക് മേളിലേക്ക് ചാമ്പാം. So that will be equal to 10 power minus 3 will be going upside will be 10 power 3. That's nothing but 1000. 1000 divided by 2 എന്ന് കിട്ടും അല്ലേ? ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. This will be log of 2 by 0.2 എന്നുള്ളത് 2 by 0.2 എന്നുള്ളത് എന്താ? 10 ആണ്. Log of 10 is 1. Log of 10, log of 10 is 1, my dear students. Log of 10 is 1. Okay?
അപ്പോൾ 1000 by 2, this will be the answer. Okay. പുരിയതാ, ഈസി ക്വസ്റ്റ്യൻ. 4 മാർക്കാണ്. 4 മാർക്ക് എന്ന് വെച്ചാൽ എത്ര റാങ്കിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് അറിയോ? സോ ഇഫ് യു നോ ദ കോൺസെപ്റ്റ്സ് ഇറ്റ്സ് സിമ്പിൾ, ഇഫ് യു നോ ദ ഫോർമുല ഇറ്റ്സ് സിമ്പിൾ. പക്ഷെ ഫോർമുല മാത്രം മങ്കപ്പ് ചെയ്ത് പോയാൽ മൂക്കിന് കിട്ടി കിട്ടും. ഓക്കെ, ഞാനല്ല, എക്സാം പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ മൂക്ക് നോക്കി ഇടിക്കും. കാര്യം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഡെറിവേഷൻ ഇസ്, അതുകൂടി മനസ്സിലാക്കണം. Okay, as a student of science, please try to understand in depth for each concept. Okay. Next, if the rate constant for a first order reaction is K, the time required for the completion of 99% of the reaction is given by. ഞാൻ ഇപ്പൊ തന്നില്ലേ ഒരു ഫോർമുല? ഇപ്പൊ ഒരു ഫോർമുല തന്നില്ലേ? ഏത് ഫോർമുല മക്കളെ? ഏത് ഫോർമുല മക്കളെ? The formula 2.303 by K log of 100 by 100 minus x. ആ x ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ്? ആ x ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ്? 99 അല്ലേ? പായസം നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലീസ് പോസ് ആൻഡ് ട്രൈ ടു ഡു ദ ക്വസ്റ്റ്യൻ ഓൺ യുവർ ഓൺ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. വണ്ടി ഉണ്ടാക്കാൻ ആരെ കൊണ്ടും പറ്റും, വണ്ടി ഓടിക്കാനായിട്ട് പ്രാക്ടീസ് വേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ തട്ടും, വണ്ടി മുട്ടും. ഓക്കെ, അതേപോലെ തന്നെ തിയറി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരും. സോ ബട്ട് അണ്ടർസ്റ്റാൻഡിങ് ഡൂയിങ് ക്വസ്റ്റ്യൻസ് ഇസ് അനദർ ഗെയിം. ഇറ്റ്സ് അനദർ ഗെയിം. അത് വേറൊരു കളിയാണ്. ഓക്കെ, അത് മനസ്സിലാക്കണം. സോ ട്രൈ ടു ഡു ക്വസ്റ്റ്യൻസ് ഓൺ യുവർ ഓൺ. ഇതെങ്ങനെയാ ചെയ്യുക? ജസ്റ്റ് ഡയറക്ട്ലി അപ്ലൈ ദ ഫോർമുല. T is equal to 2.303 log of 100 by 100 minus x. 100 by 100 minus x. ആ x എത്രയാ? 99 ഇവിടെ വരും. അപ്പൊ 100 by 1 which is log of 100. Log of 100 is 2. Okay, log of 100 is 2. log of 10 power 2 is 2. Appo it will be 2 into, അത് നേരെ 2 into 2.303. 2 into 2.303 by k എന്ന് വരും. 4.606 by k. That is the answer. Done. മനസ്സിലായോ മക്കളെ? പുരിയതാ? Let's move on to the next one. A first order reaction which is 30%. വളരെ അധികം. ഓക്കെ, ഇവിടെ ഞാനിത് ഹോംവർക്ക് ആയിട്ട് തരാം. ഇതും വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇതും വളരെ സിമ്പിൾ ആണ്. ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ആസ് എ ഹോംവർക്ക് ഫോർ യു. ഞാൻ സൊല്യൂഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജിൽ സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ ഇത് ഈസിയാണ് മക്കളെ. ഓക്കെ, ഇതും കൂടി ഞാൻ ചെയ്തു തരാൻ പോകുന്നില്ല. ട്രൈ ഇറ്റ് ഓൺ യുവർ ഓൺ. ഓക്കെ, അതായത് നിങ്ങൾ ഇത് വീഡിയോ കാണുമ്പോൾ അപ്പൊ തന്നെ പോസ് അടിച്ചിട്ട് നോക്കുക. ഓൺലി ദെൻ ഗോ ടു ദ സൊല്യൂഷൻ. ഓക്കെ, മറക്കരുത്. നെക്സ്റ്റ് ഇസ്, ഓക്കെ, ഇത് കുറച്ച് വെറൈറ്റി ഉണ്ട്. JE ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കുറച്ചുകൂടി നൈസ് ക്വസ്റ്റ്യൻ ആണ്. Decomposition of H2O2 follows a first order reaction. ഓക്കെ, ഈ decomposition of H2O2 എന്ന് ഉദ്ദേശം എന്താണ്? 2H2O2 giving you 2H2O plus O2. Okay. In 15 minutes, the concentration of H2O2 decreases from 0.5 to 0.125 molar in one such decomposition. When the concentration of H2O2 reaches 0.05, the rate of formation of O2 will be. Rate of formation of O2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ വിചാരിക്കും സാർ ഇത് എങ്ങോട്ട് എവിടെ നിന്ന് ഇരിഞ്ഞാലക്കൂടെ നേരെ പുല്ലേപ്പടി പോയല്ലോ അല്ലേ? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് O2. സി, ഞാൻ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും കുറച്ച് പതറും. അതായത് എന്താണ്, എവിടെ നിന്ന് എങ്ങോട്ടാ പോയത്? ഞാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ അല്ലല്ലോ ഇത്. റേറ്റ് ഓഫ് ഫോർമേഷൻ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ഹണ്ട് ത്രൂ ഫോർമുലാസ്. ഞങ്ങളൊക്കെ ഇത് പണ്ട് വിളിക്കുമായിരുന്നു ഹണ്ട് ത്രൂ ഫോർമുലാസ്. ഹണ്ട് എന്ന് വെച്ചാൽ വേട്ടയാടുക. ഫോർമുല കൊണ്ട് വേട്ടയാടുക. എന്തിന്റെ ഫോർമുല കൊണ്ട്? നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളതിന്റെ ഫോർമുല ആദ്യം എഴുതുക. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് O2. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് O2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? DO2 by dt. DO2 by dt ആണ് മക്കളെ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് O2. അപ്പൊ നിങ്ങൾ നോക്കുക, യു ഓൾറെഡി നോ ദാറ്റ് DO2 by dt is nothing but -half into DH2O2 by dt. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ ഇതെങ്ങനെയാണ്? ഇത് നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ?
rate of disappearance and then appearances if you divide by the stoichiometric coefficient. ഇവിടുത്തെ stoichiometric coefficient 1 ആണ്, ഇവിടുത്തെ stoichiometric coefficient 2 ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ നോക്കുക, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതെങ്ങനെയും കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത് കിട്ടും. ഇതെങ്ങനെയും കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. It decreases from 0.5 to 0.125. അതായത് H2O2 യുടെ concentration 0.5 to 0.125. Concentration of H2O2 decreases from 0.5 to 0.125. 0.5 to 0.125 ലേക്കാണ് ചാമ്പണത്. അതായത് എത്രയാണ്? It is divided by 4. 0.5 by 4. അപ്പൊ നമുക്കറിയാം that is nothing but 2t half. നമുക്ക് ഓൾറെഡി അറിയാം this is nothing but 2t half. അല്ലേ? 1/4 ആവുകയാണെങ്കിൽ 75% കംപ്ലീഷൻ ആണ് ഉദ്ദേശിച്ചത്. 0.5 to 0.125. 0.125 എത്രയാ? 0.125 is nothing but this. This is nothing but 0.125. അപ്പൊ 2t half. Everyone look over here. 2t half. 2t half. 2t half is equal to 50. അപ്പൊ t half എത്രയായി മക്കളെ? t half is equal to 25. t half is equal to 25. t half കിട്ടിക്കഴിഞ്ഞാൽ k കിട്ടാൻ താമസമില്ല. What is k? K is nothing but 0.693 by t half. 0.693 by 25. We know that k is equal to 0.693 by t half. k യും കിട്ടിക്കഴിഞ്ഞു മക്കളെ. ഇനി എന്താണ് സാറേ? ഇനി എന്താണ് അടുത്ത വേണ്ടത്? When the concentration of H2O2 reaches 0.05, the rate of formation of O2 will be. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഐ ഹോപ്പ് നിങ്ങളെ ഫസ്റ്റ് 2 വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ തന്നെ നമുക്ക് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡീകമ്പോസിഷൻ ഓഫ് H2O2 എന്നാണ് കൊടുത്തേക്കുന്നത്. ഡീകമ്പോസിഷൻ ഓഫ് H2O2 ഫോളോസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അല്ലാണ്ട് നേരത്തെ കാണിച്ച റേറ്റ് ഇല്ലേ, നേരത്തെ കാണിച്ച റിയാക്ഷനിൽ നിന്ന് ഡീകമ്പോസിഷൻ, അതായത് ഡിസപ്പിയറൻസ് ഓഫ് H2O2. ഡീകമ്പോസിഷൻ ഓഫ് H2O2 എന്ന് വെച്ചാൽ disappearance of H2O2 is following a first order reaction. അതായത് നമുക്ക് നോക്കാം, minus DH2O2 minus DH2O2 by dt is following the first order reaction. Not minus DH2O2 by 2 dt, minus DH2O2 by dt. കാര്യം ഡീകമ്പോസിഷൻ ഓഫ് H2O2 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിസപ്പിയറൻസ് ഓഫ് H2O2. Okay, അപ്പൊ minus DH2O2 by dt is following the first order reaction. So that is equal to K into concentration of H2O2. First order reaction അല്ലേ? Okay. So raised to the power 1. So minus DH2O2 by dt is equal to K into concentration of H2O2. K എത്രയാണ് മക്കളെ? K is equal to 0.693 by 25. 0.693 by 25. Concentration of H2O2 എത്രയാ? 0.05 into 0.05. So this will be minus DH2O2 by dt. This is minus DH2O2 by dt. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവനെയാണ്. ഇവൻ എന്താണ്? minus DH2O2 by dt by 2 ആണ്. This is nothing but minus DH2O2 by dt by 2. നമുക്ക് minus DH2O2 by dt കിട്ടി. ഇനി ഇവനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, if you divide this number by 2, you will get the answer. As simple as that. എനിക്ക് തോന്നുന്നു 6.93. Yes, A is the answer. Okay, നമ്മൾ ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ you will get this. Okay, fine. So this will be the answer, my dear champions. This will be the answer, my dear students. മനസ്സിലായോ?
ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒറ്റൊരു കാര്യം ഡീകമ്പോസിഷൻ ഓഫ് H2O2 എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ -dH2O2/dt = KH2O2 എന്ന് ഇട്ടിട്ടുള്ളത്. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നല്ല, ഡീകമ്പോസിഷൻ ഓഫ് H2O2. Rate of disappearance of H2O2. Rate of disappearance of H2O2 is K into concentration of H2O2. Okay. So yeah, this is a solution. നമുക്ക് ഇനി അടുത്തത് നോക്കാം. An organic compound. Last question ആണ് മക്കളെ, ഇന്നത്തെ ലാസ്റ്റ് വെടിക്കട്ടെ. An organic compound undergoes a first order decomposition. Okay. Time taken for its decomposition to 1/8 and 1/10 of its initial concentration are T1/8 and T1/10 respectively. Calculate T1/8 by T1/10 into 10. Another JE question, another simple question. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, it is getting converted to 1/8. By 1/8 അല്ല, അതായത് 1/8 ചാടി അല്ലെങ്കിൽ 1/10 ചാടി. ഫൈനൽ കോൺസെൻട്രേഷൻ 1/8, ഫൈനൽ കോൺസെൻട്രേഷൻ is 1/10. എങ്ങനെ ചെയ്യാം മക്കളെ? An organic compound undergoes a first order decomposition. Time taken for its decomposition. Okay. So look at this. What is T1/8? T1/8 is nothing but 2.303 by K log of A0 by 8. അല്ല A0/80 ആണ്. 80 എത്രയാണ്? A0/8 ആവും. So this is nothing but 2.303 by K into log of 8. അല്ല, A0 cancel ആവും. ഇനി 1/8 ആണ് ഇവിടെ, 1/8. ഇനി T of 1/10. T of 1/10 is 2.303 by K into log of A0 by 10. 10 നേരെ മേലോട്ട് ചാമ്പും മക്കളെ, 10 നേരെ മേലോട്ട് ചാമ്പും അതെത്രയായി? 2.303 by K log of 10. Log of 10 is 1. You know that. ഇനി ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുക. T1/8 divided by T1/10. T1/8 divided by T1/10. അത് രണ്ട് ഡിവൈഡ്, ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. That will be nothing but log of 8 divided by log of 10. Log of 10 1 ആണ്. Log of 8 can be written as log of 2/3 divided by 1. And log of 2/3 can be written as 3 into log of 2. LOG of 2. 3 into LOG of 2. And LOG of 2, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. LOG of 2 is nothing but log of 2. Log to the base 10 of 2 is nothing but 0.3 മക്കളെ. 0.3 ആണ്. So 3 into 0.3 is equal to 0.9. That 0.9 you have to multiply by 10. ജയിൽ ഇങ്ങനെ കുറച്ച് സൂത്രപ്പണികളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവർക്ക് ആൻസർ കഴിഞ്ഞൊന്നിരിക്കും, പക്ഷെ ക്വസ്റ്റൻ ഒന്നുകൂടി വെച്ചറിയാം എന്തൊക്കെയോ വേറെ ഉണ്ടെന്ന്. ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ 10 കൂടി ചെയ്യണം. ഓക്കെ, അപ്പൊ 0.9 into 10 is equal to 9. ഓക്കെ, ഫൈൻ. അപ്പോ അങ്ങനെയാണ് മക്കളെ പാലാരിവട്ടം പാലം ഉണ്ടായത്. അങ്ങനെയാണ് മക്കളെ പാലാരിവട്ടം പാലം ഉണ്ടായത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷന് ഇവിടെ ഫിനിഷ് ആവുകയാണ്. So please, if you have any doubts, my dear students, എന്ത് പ്രശ്നമുണ്ടെങ്കിലും please comment ചെയ്യാൻ മറക്കരുത് മക്കളെ. Please do that and support us. Like അടിക്കുക, share അടിക്കുക, subscribe അടിക്കുക, തമ്മിൽ അടിക്കാൻ പാടില്ല മക്കളെ. And support us because we are a family. Okay? Fine. ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഓക്കെ, മൈ ഡിയർ സ്റ്റുഡൻസ്.
സോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് മക്കളെ. ടെലിഗ്രാം ചാനൽ ഇസ് വെരി ഇമ്പോർട്ടന്റ് കാര്യം. ചാനലിനെ കുറിച്ച് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ടെലിഗ്രാം ചാനലിൽ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ടൈം ടേബിൾ ചേഞ്ചോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഫിംഗേഴ്സ് ക്രോസ്ഡ്. പക്ഷേ ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് വിൽ ബി അപ്ഡേറ്റഡ് ഇൻ ദ ടെലിഗ്രാം ചാനൽ. ആൻഡ് എനി ന്യൂ ക്ലാസസിനെ കുറിച്ച് അപ്ഡേറ്റ്സ്, ക്വിസസ്, വളരെ രസകരമായിട്ടുള്ള വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ആയിരിക്കും മക്കളെ. സോ പ്ലീസ് ഡു ജോയിൻ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ഇനി അടുത്ത കെമിക്കൽ കാനറ്റിക്സിന്റെ ലെക്ചർ നമ്പർ 5 സ്വാഗതം എന്നല്ല, ലെക്ചർ നമ്പർ 5 കാണും. Okay, so please go through these videos, do all the questions. Okay, bye bye my dear students.